ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻവെർട്ടർ LED ബൾബിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻവെർട്ടർ LED ബൾബ് പലതരത്തിലും മാർക്കറ്റിൽ ലഭ്യമാണ്, വില കുറഞ്ഞും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നേരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ 3 LED ബൾബാണ് ഇവിടെ എടുക്കുന്നത് ഇൻവെർട്ടർ. അപ്പോൾ ഇതിൽ ഒന്ന് ഹാലോനെക്സ് ആണ്, കമ്പനിയുടേതാണ്. അതേപോലെ തന്നെ 2 എണ്ണത്തിൻ്റെ മുകളിൽ പേരൊന്നുമില്ല, അത് സാധാരണ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന അതുപോലെ ചൈനയുടെ ആയിരിക്കാം, നെയിമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 2 ഇൻവെർട്ടർ LED ബൾബിൽ നിന്നും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചൈനയുടെ ഇതിലൊന്നും നമുക്ക് എക്സ്ട്രാ ഡ്രൈവ് വരുന്നില്ല, ഡയറക്റ്റ് സപ്ലൈ കൊടുക്കുന്നു. നമ്മുടെ അതിനകത്ത് ഒരു ICU അതേപോലെ തന്നെ ഒരു SMD റെക്ടിഫയർ ഡയോഡാണ് വരുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയർ. അതേപോലെ തന്നെ ഈ ഒരു ഹാലോനെക്സിൻ്റെ ഇൻവെർട്ടർ LED ബൾബ് എന്നിട്ട് അത്രയും സേഫ്റ്റിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ വെയിറ്റിന് വേണ്ടിയിട്ട് ബാറ്ററി രണ്ടിലും സെയിം ആണ്. പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു പാർട്ട്, ഈ ഒരു പാർട്ട് എക്സ്ട്രാ നമുക്ക് വോൾട്ടേജിനൊക്കെ അധികം ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കട്ട് ഓഫൊക്കെ ഓവർ വോൾട്ടേജ് വരികയാണെന്ന് കട്ട് ഓഫ് ആവാനുള്ള സേഫ്റ്റിയൊക്കെ കൂടിയാണ്. പിന്നെ ഈ ഒരു LED സാധാ വരുന്നത് നമ്മുടെ സാധാരണ 2 ലൈനായിട്ട് ഇൻവെർട്ടറിന് താഴെ ഭാഗത്ത് മോൾ ഭാഗത്തായി വരുന്നത് നമ്മുടെ ഡയറക്റ്റ് AC കത്തുന്ന സമയത്ത് ബൾബാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹാലോനെക്സിന് വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മൂടി ഊരിയിട്ടില്ല. ഇതിൽ നിന്ന് നേരെ ഉള്ളിലേക്ക് 4 വയർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ AC വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലാക്കും റെഡും ആണ് അതിൻ്റെ സപ്ലൈ പോകുന്നത്. പിന്നെ ഈ യെല്ലോയും വൈറ്റും ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ചൈനയുടെ ഈ ഒരു ബൾബിലെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ SMD ടൈപ്പ് LED ഒക്കെ തന്നെയാണ്, എങ്കിലും നമ്മുടെ അതിലേക്കുള്ള ഡ്രൈവിലേക്ക് എക്സ്ട്രാ ഡ്രൈവ് വരുന്നില്ല. നമ്മുടെ ഈ ഹാലോനെക്സിലേക്ക് എക്സ്ട്രാ ഡ്രൈവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡിൽ വരുന്നത് നമ്മുടെ SMD LEDയും അതുപോലെ തന്നെ ഒരു ഡയോഡ്, ബ്രിഡ്ജ് റെക്ടിഫയർ ഡയോഡും അതുപോലെ തന്നെ ഇൻവെർട്ട് ചെയ്യാനുള്ള ഒരു ICU, ഒരു ഇൻഡക്ടറാണുള്ളത്. ഇൻഡക്ടർ നമ്മൾ വെച്ചിരിക്കുന്നത് ഇൻവെർട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻഡക്ടർ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഈ ഒരു ബോർഡിൽ, നമ്മുടെ ഈ ഹാലോനെക്സിൻ്റെ ബോർഡിൽ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാ ട്രാൻസ്ഫോമർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ 3 പറഞ്ഞ ഡിവൈസ് കാണാം നിങ്ങൾക്ക്. അത് ഓവർ വോൾട്ടേജിനെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ടിനെ ഷോർട്ടാക്കാനുള്ളതാണ് വരുന്നത് ആ ഒരു ഡിവൈസിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ ഇനി മുന്നിലേക്കുള്ള ഡിവൈസിലേക്ക് വോൾട്ടേജ് പോവാതെ കട്ടായിട്ട് നമ്മുടെ വീട്ടിലെ ഫ്യൂസ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് പ്രൈസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഹാലോനെക്സിനൊക്കെ ഏകദേശം ഒരു 100-120 രൂപ കൂടുതലായിരിക്കും, അതാണ് ഇത് നമ്മൾ വ്യത്യാസം. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ബോർഡ് പോലെ തന്നെയാണ് ഞാൻ വേറെ ബോർഡ് പരിചയപ്പെടുത്താണ്. ഈ ഡയറക്റ്റ് 230 വോൾട്ട് കൊടുക്കുന്ന ഒരു SMD ബോർഡാണിത്. SMD LED വരുന്നത്. ഇത് സാധാരണ ഇതേ ഒരു തന്നെയാണ് നമ്മുടെ ആ ഇൻവെർട്ടറിൽ ചൈനയിൽ വരുന്നത്. പുറത്തുള്ള ഈ പുറം ഭാഗത്ത് വരുന്ന അതേ LED, ഉള്ളിൽ എക്സ്ട്രാ ഒരു ഇൻഡക്ടറും അതേപോലെ IC ഇൻവെർട്ട് ചെയ്യാനുള്ള ഒരു ICയും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ അതിന് എക്സ്ട്രാ ഒരു LED കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബൾബിൽ ഡയറക്റ്റ് കത്തുന്ന സമയത്ത് മുകളിലത്തെ LED ആണ് കത്തുക, അപ്പോൾ നടുക്കുള്ളതും കത്തും. അപ്പോൾ ഈ ഒരു ഇത് മാത്രമേ അതിൽ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ വാങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ ഈ ഒരു ബാറ്ററിയുടെ കനവും ഈ ഒരു ഇതിൻ്റെ കനവും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ചൈനയുടെ ആണെങ്കിൽ ലേശം വെയിറ്റ് ലെസ്സും കുറവായിരിക്കും. ഈ ഒരു ബോർഡ്, അതായത് എക്സ്ട്രാ ഈ ഒരു ബോർഡും പാടെ വരാൻ ട്രാൻസ്ഫോമറൊക്കെ വരുന്ന ലേശം ഒരു വെയിറ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ലേശം വെയിറ്റ് മനസ്സിലാവും, നമുക്ക് ഈ ഒരു ബോർഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.